നമസ്കാരം. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആ സംഭവം ഒന്ന് സൂക്ഷിച്ചു നോക്കുക. രാഹുൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നു. രാഹുലിനെ സ്വീകരിക്കാൻ എന്ന വണ്ണം ചാനൽ ക്യാമറകൾ കാത്തു നിൽക്കുന്നു. രാഹുൽ അവരെയെല്ലാം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. രാഹുൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴും പുഞ്ചിരി കൈവിട്ടിരുന്നില്ല. ശ്രദ്ധേയമായ കാര്യമാണ്. രാഹുൽ ആരെ നോക്കിയാണ് പുഞ്ചിരിച്ചത്? ശത്രുക്കളെ നോക്കി. രാഹുലിനെ ജയിലിലടച്ച ഗൂഢാലോചനയിൽ ഏറ്റവും വലിയ പങ്കു വഹിച്ചത് ഒരു പരിധിവരെ ഇവിടുത്തെ ചാനലുകാരാണ്. അവരാണ് രാഹുലിനെ ഇല്ലാത്ത പേരുകളൊക്കെ ഇട്ടു വിളിച്ചത്. പ്രായപൂർത്തിയായ അവിവാഹിതനായ രാഹുൽ താല്പര്യമുള്ള ചില സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചതിൽ അസൂയ പൂണ്ട ഒരു കൂട്ടം ആളുകൾ, അവർ മാധ്യമപ്രവർത്തകരായി പോയി നിർഭാഗ്യവശാൽ അവരുടെ വേദനയും നിരാശയും പങ്കുവയ്ക്കാൻ വേണ്ടി രാഹുലിനെ വലിയ തോതിൽ ആക്രമിച്ചു കൊണ്ടിരുന്നു. രാഹുലിനെ ഒരു സൈക്കോ ക്രിമിനലാക്കി ചിത്രീകരിച്ചു. യുവതികളെ വേട്ടയാടി പിടിച്ച് അവരെ ശാരീരികമായും മാനസികമായും വേദനിപ്പിച്ച് അവരിൽ കുഞ്ഞിനെ ജനിപ്പിച്ച് ആ കുഞ്ഞിനെ കൊന്നുകളയുന്ന ഒരു സൈക്കോ ക്രിമിനലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന തരത്തിലുള്ള പ്രചരണമാണ് ഇക്കൂട്ടർ നടത്തിയത്. ആ പ്രചരണം തുടർന്നുകൊണ്ടിരുന്നു. അവർ ആഹ്ലാദ ചിത്തരായത് രാഹുൽ ജയിലിലായപ്പോഴാണ്. ഓർക്കുക, ആദ്യത്തെ 2 കേസിലും നിയമം രാഹുലിനെ സംരക്ഷിച്ചു. മൂന്നാമത്തെ കേസിലും നിയമം രാഹുലിനെ സംരക്ഷിക്കുമെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ രാഹുൽ പോലും അറിയാതെ എവിടെ നിന്നോ ഒരു പരാതിക്കാരിയെ കൊണ്ടുവന്ന് നിയമവും ചട്ടവും മുഴുവൻ ലംഘിച്ച് രാഹുലിനെതിരെ റേപ്പ് കേസ് ചുമത്തി. രാഹുൽ പോലും അറിയാതെ വൈകുന്നേരം ഹോട്ടൽ മുറിയിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെയാണ് രാഹുലിനെ 18 ദിവസം ജയിലിലടച്ചത്. ആ കേസിൽ ഇന്നലെ പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം കൊടുക്കുമ്പോൾ ഒരു തരത്തിലും ഈ കേസ് നിലനിൽക്കുകയില്ല, ഇതിൽ റേപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ രാഹുലിനെ പിടികൂടി ജയിലിൽ അടയ്ക്കുക എന്ന ഗൂഢാലോചന അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയും അവരുടെ പോലീസിനെ ഉപയോഗിച്ച് ചെയ്തത് മാത്രമല്ല, രാഹുലിന്റെ സ്വന്തം പാർട്ടിക്കാരായ കോൺഗ്രസ്സുകാർ, രാഹുലിനെ ഏറ്റവും വലിയ ഭീഷണിയായി കരുതുന്ന പാലക്കാട്ടെ BJPക്കാർ, ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നാണ് ഇയാളെ ഒരു വൃത്തികെട്ടവനാക്കിയതും പെൺവേട്ടക്കാരനാക്കിയതും ജയിലിലടച്ചതും. അവരെല്ലാം വലിയ ആഹ്ലാദത്തിലായിരുന്നു. 18 ദിവസം ജയിലിൽ അടച്ചല്ലോ, ഇനി കുഴപ്പമില്ല എന്ന അവസ്ഥയിൽ. എന്നാൽ അവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ആ പുഞ്ചിരിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന്. ആരോടും പരിഭവത്തിന് പോയില്ല, ആരോടും വഴക്കിന് പോയില്ല, ആരുടെയും കെണിയിൽ വീണുമില്ല. മാധ്യമപ്രവർത്തകർ രാഹുലിന്റെ പിന്നാലെ പ്ലീസ് 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 എന്ന് പറഞ്ഞു ചെന്നു. രാഹുൽ അവഗണിച്ചു. പക്ഷെ ആരോടും പൊട്ടിത്തെറിച്ചില്ല, ദേഷ്യപ്പെട്ടില്ല. രാഹുലിന് കുടുക്കിയതാണോ വേട്ടയാടിയതാണോ എന്ന വൃത്തികെട്ട ചോദ്യവുമായി ചെന്നു. സ്വാഭാവികമായും രാഹുൽ ആണെന്ന് പറയുമല്ലോ. അങ്ങനെ രാഹുലിന് അനുകൂലം എന്ന നിലയിൽ ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കുക, ആ ചർച്ചയുടെ പേരിൽ വീണ്ടും രാഹുലിനെ ക്രൂശിക്കുക, ഇതായിരുന്നു അജണ്ട. രാഹുൽ ഗൗനിച്ചേയില്ല. ഒരു ചെറുപുഞ്ചിരിയോടെ കാറിൽ കയറിപ്പോന്നു. രാഹുലിന്റെ പിന്നാലെ ഇവരെല്ലാം പാഞ്ഞു വന്നു. രാഹുൽ അടൂരിലെ വീട്ടിലേക്ക് എത്തുന്നു. രാഹുലിന്റെ പിന്നാലെ എത്തിയ ചാനൽ ക്യാമറകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു. ആദ്യം രാഹുലിന്റെ സമീപനം ഇങ്ങനെ ആയിരുന്നില്ല. ആദ്യ ആരോപണം ഉണ്ടായപ്പോൾ രാഹുൽ അടൂരിലെ വീട്ടിലിരുന്നപ്പോൾ ചാനലുകാർ ആ വീടിന് മുമ്പിൽ ക്യൂ നിന്നപ്പോൾ രാഹുൽ എതിർക്കാൻ പോയില്ല. അത് അവരുടെ തൊഴിലല്ലേ എന്നോർത്ത് രാഹുൽ വെറുതെ വിട്ടു. എന്നാൽ ഇന്നലെ ഒരാളെയും ആ കാമ്പസിലേക്ക് കയറ്റിയില്ല. ഗേറ്റ് അടച്ച് എല്ലാവരെയും പുറത്താക്കി. രാഹുലിന് ചുറ്റും മണത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ചാനലുകാർ തിരിച്ചു പോന്നു. രാഹുൽ വീട്ടിൽ തന്നെ കഴിഞ്ഞു, ഒരിടത്തേക്കും പോയില്ല. അമ്മയോടൊപ്പം, ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് അമ്മയാണ്, അമ്മയോടൊപ്പം സമയം ചെലവഴിച്ചു. തൽക്കാലം നിയമസഭാ യോഗം നടന്നിട്ടും രാഹുൽ അങ്ങോട്ട് പോയില്ല. നിയമസഭയിൽ പോകാമായിരുന്നു, പോയില്ല. മാത്രമല്ല പാലക്കാട്ടേക്കും രാഹുൽ പോയില്ല. തൽക്കാലം രാഹുൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഇതുവരെ ഉണ്ടായ ഈ ട്രോമ, അതിൽ നിന്നും രക്ഷപ്പെടണം. 18 ദിവസം ജയിലിൽ കിടന്നു, ഇല്ലാത്ത ആരോപണങ്ങളൊന്നുമില്ല ഇനി കേൾക്കാൻ. അതുകൊണ്ട് സാവകാശം ഈ ഒരു ട്രോമയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി രാഹുൽ അവിടെ തന്നെ കഴിയും. അനാവശ്യമായി ആരെയും പ്രവേശിപ്പിക്കില്ല. സുഹൃത്തുക്കൾ എന്ന് രാഹുലിനെ ബോധ്യമായ ചിലരുണ്ട്. അവരല്ലാതെ ആരും അങ്ങോട്ട് കള്ളക്കണ്ണീരൊലിപ്പിച്ച് വന്നാൽ രാഹുൽ പ്രവേശനം കൊടുക്കാൻ പദ്ധതിയിട്ടിട്ടില്ല. പക്ഷെ തിരിച്ചു വന്നിരിക്കുന്ന രാഹുൽ ഇനി കൂടുതൽ ശക്തനായിരിക്കും. ഇനി രാഹുലിന്റെ സമയമാണ്. ഇതുവരെ ശനിദിശയായിരുന്നു, ആ ശനിദിശ മാറിക്കിട്ടി. രാഹുലിനെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരുന്നില്ല, സ്വന്തം പാർട്ടിയായ കോൺഗ്രസിലെ നേതാക്കളുമായിരുന്നു. അവരെല്ലാം കൂടി എഴുതി ചേർത്ത തിരക്കഥയിൽ രാഹുൽ വീണുപോയി. അത് അനുഭവിക്കേണ്ട ബാധ്യത ശനിദിശക്കാലത്ത് രാഹുലിനുണ്ടായിരുന്നു. ആ ശനിദിശ മാറിക്കിട്ടി. ഇനി രാഹുലിനെ കൊടുക്കുക പ്രയാസമാണ്. കാരണം ചുമത്തിയ 3 കേസും കള്ളക്കേസാണെന്ന് ബോധ്യമാകുമ്പോൾ ആ 3 കേസിലും അതാത് കോടതികൾ ഇതെങ്ങനെ നിലനിൽക്കുമെന്ന് ചോദ്യം ഉന്നയിക്കുമ്പോൾ ഇനി മറ്റൊരു കള്ളക്കേസ് കൂടി ചുമത്താനുള്ള ധൈര്യം പോലീസിനോ സർക്കാരിനോ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇനി
തെരഞ്ഞെടുപ്പിലേക്ക് അധിക നാളുകളില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ വേട്ടയാടുന്നവർ പതിയെ പിൻവലിയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും അവശേഷിക്കുന്നത് ചില ഓൺലൈൻ യൂട്യൂബ് മാപ്രകൾ മാത്രമാണ്. അവർക്ക് കിട്ടിയ നക്കാപ്പിച്ചയ്ക്ക് പണിയെടുക്കാതിരിക്കാൻ അവർക്ക് നിവൃത്തിയില്ല. അതാണ് പറയുന്നത്, രാഹുലിന്റെ സമയമാണ്. എണ്ണി എണ്ണി രാഹുൽ കണക്ക് പറയാൻ പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് പൊതുസമൂഹം. രാഹുലിനെ വേട്ടയാടി എന്ന് തന്നെയാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. സജീവ രാഷ്ട്രീയക്കാരല്ല, സാധാരണ മനുഷ്യർ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടുകയായിരുന്നു. വേട്ടപ്പട്ടികൾ ഓടിച്ചിട്ട് കടിക്കുമ്പോൾ വേദനിച്ച് കരയുകയല്ലാതെ മറ്റു വഴികൾ ഒന്നുമില്ലായിരുന്നെന്ന്. എന്നാൽ രാഹുൽ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല. ഈ തകർച്ചയിൽ നിന്നും തിരിച്ചു വരും. കാരണം രാഹുലിനെ വേട്ടയാടി എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ രാഹുൽ വിജയിച്ചിരിക്കുന്നു. ഇക്കുറി രാഹുലിനെ ജയിലിൽ അടച്ചത് പകവീട്ടലിന്റെ ഭാഗമാണ്. ഒരു ബലാത്സംഗവും നടന്നിട്ടില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഓരോരുത്തരുടെ തനിനിറം ലോകത്തോട് കാണിക്കാനുള്ള ദൗത്യം രാഹുൽ ആർമി ഏറ്റെടുക്കുകയാണ്. രാഹുലിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി രാഹുലിന് അത് ശ്രദ്ധിച്ചാൽ മതിയാവൂ. എന്നാൽ രാഹുലിന് അനുകൂലമായി രൂപപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ മുതലെടുക്കാൻ രാഹുലിന് കൃത്യമായി അറിയാം. നോക്കൂ, ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കക്കാരി ആരാണ്? റിനി ആൻ ജോർജ് എന്ന ഒരു നടിയാണ്. നടി എന്ന് പറയുന്നു നമുക്കറിയില്ല. ഞാൻ അവരുടെ സിനിമ കണ്ടതായി എൻ്റെ ഓർമ്മയിലില്ല. നടി എന്ന നിലയിൽ എത്ര പേർക്ക് അവരെ അറിയാമെന്ന് നമുക്കറിയില്ല. പക്ഷെ അവർ കോൺഗ്രസ്സുകാരിയാണെന്ന് പറയുന്നു. കോൺഗ്രസ് വൃത്തങ്ങളിലുള്ള ആളാണെന്ന് അവകാശപ്പെടുന്നു. റിനി ആൻ ജോർജ് ആണ് ആദ്യം ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് പേര് പറയാതെ രംഗത്ത് വരികയാണ്. അതിൽ കയറിപ്പിടിച്ചാണ് സോഷ്യൽ മീഡിയയും ചാനലുകളും പത്രങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ കളം മൂപ്പിക്കുന്നത്. അവർ രാഹുലിന്റെ പേര് പറയുന്നില്ല. എന്നാൽ രാഹുലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ അഭിമുഖം കൊടുക്കുന്നു. ആ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ചില ടാർഗറ്റഡ് ഗ്രൂപ്പുകൾ ഏറ്റെടുക്കുന്നു. ചാനലുകളും പത്രങ്ങളും ഏറ്റെടുക്കുന്നു. പോലീസ് ഏറ്റെടുക്കുന്നു. സർക്കാർ ഏറ്റെടുക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. രാഹുലിന്റെ മേലുള്ള വാർത്തകൾ വരുമ്പോൾ, പരാതി വരുമ്പോൾ, FIR വരുമ്പോൾ, അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ നടി രംഗപ്രവേശം ചെയ്യുന്നു. ഷാ നടി പെട്ടെന്ന് നിലപാട് മാറ്റി. ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, എനിക്കാരെയും അറിയില്ല എന്ന തരത്തിലേക്ക് നടി മാറുകയാണ്. അവരാദ്യം പോസ്റ്റ് ഇട്ടത് ഇങ്ങനെയാണ്: ഞാൻ ആരുടെയെങ്കിലും പേര് പറയുകയോ ആർക്കെങ്കിലും എതിരെയുള്ള പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. എൻ്റെ രാഷ്ട്രീയം സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്. ഏത് കേസാണെങ്കിലും സ്ത്രീ സത്യസന്ധയായി നൽകിയിരിക്കുന്ന പരാതിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ സ്ത്രീക്കൊപ്പം നിൽക്കുന്നത് തന്നെയാണ് എന്നത്തേക്ക് നിലപാട്. ഇങ്ങനെ അവർ പറയാൻ കാരണം, ഇവിടെ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് കൗൺസിലർ ഈ സ്ത്രീയുടെ പേര് പറയാതെ ഇവർക്കെതിരെ രംഗത്ത് വന്നതുകൊണ്ടാണ്. ഇവർ രാഹുൽ മാങ്കൂട്ടത്തെ അർദ്ധരാത്രിയിൽ വീഡിയോ കോൾ വിളിച്ച് ടെലിഗ്രാം ചാറ്റ് റൂമിലേക്ക് വിളിച്ചു എന്ന ഗുരുതരമായ ആരോപണം ശ്രീനാദേവി കുഞ്ഞമ്മ ഉയർത്തുന്നു. ഈ ആരോപണത്തിന്റെ മറുപടിയായി അവർ തടി തപ്പാൻ വേണ്ടി വന്നതായിരുന്നു ഈ കുറിപ്പ് വഴി. തൊട്ടു പിന്നാലെ രാഹുലിന്റെ സുഹൃത്തായ ഫെനി നൈനാൻ അത് പൊളിച്ചുകൊണ്ട് രംഗത്തെത്തി. അത് ഈ നടി പരാതിക്കാരിയെ സ്വാധീനിച്ചതിന് തെളിവുണ്ട്, അങ്ങോട്ട് ആവശ്യപ്പെട്ടതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞായിരുന്നു രംഗത്ത് വന്നത്. അപ്പോൾ അവർ വീണ്ടും രംഗത്ത് വന്നു. ഇന്ന് എൻ്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ചുകൊണ്ടൊരു വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരുമായി വ്യക്തിപരം ഒരു പരിചയവും ഇല്ല. ഇന്ന് ഈ നിമിഷം വരെ അവരുമായി ഞാൻ സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ മറ്റൊരു വിധത്തിലും കോൺടാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞായിരുന്നു അവർ രണ്ടാമത്തെ പോസ്റ്റ് ഇട്ടത്. എന്ന് വെച്ചാൽ ഈ മൂന്നാമത്തെ പരാതിക്കാരി, ഇപ്പോൾ ജാമ്യം കിട്ടിയ കേസിലെ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ഫെനി നൈനോനോട് ഈ റിനിയെ കുറിച്ച് പറഞ്ഞു എന്ന സൂചന പുറത്തു വന്നതോടെയാണ് ഇങ്ങനെ ഇട്ടത്. എന്നാൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് രംഗത്തിടുന്നു. എന്നാൽ അപ്പോഴും ഫെനി നൈനാൻ ഉറച്ചു നിൽക്കുന്നു. അതോടുകൂടി സ്ക്രീൻഷോട്ട് പുറത്തുവിടുമെന്ന് പറഞ്ഞ് മൂന്നാമതൊരു പോസ്റ്റ് ഇട്ടു. മൂന്നാമത്തെ പരാതിക്കാരിയും ഞാനും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലെന്ന കാര്യം നേരത്തെ അറിയിച്ചതാണ്. ഞാനും മൂന്നാം പരാതിക്കാരിയും തമ്മിൽ നേരിട്ട് ബന്ധം തെളിയിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടണം. അനാവശ്യമായ പ്രചരണങ്ങൾ തുടർന്ന് ശക്തമായ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും. ഇതായിരുന്നു മൂന്നാമത്തെ പോസ്റ്റ്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഫെനി നൈനാന്റെ കയ്യിൽ ഈ മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് ഉണ്ട്. പരാതിക്കാരി ഫെനി നൈനോട് പറഞ്ഞ പോസ്റ്റ് മാത്രമല്ല, പരാതിക്കാരിയും റിനിയും തമ്മിലുള്ള ചാറ്റിന്റെ ലിങ്ക് ഉണ്ട് എന്നാണ് വ്യക്തമാവുന്നത്. ഇതോടുകൂടി ഈ പരാതി ബോധപൂർവം റിനി ഉണ്ടാക്കിയതാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. റിനിക്ക് മിണ്ടാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഗൂഢാലോചന നടത്തിയ ഓരോരുത്തരെയും തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരാനുള്ള ദൗത്യം രാഹുൽ ആർമി ഏറ്റെടുക്കുകയാണ്. പരാതിയുമായി മുമ്പോട്ട് വന്ന സ്ത്രീകൾ, അവർക്ക് രാഹുലുമായി ബന്ധമുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അവരാരും ബലാത്സംഗത്തിന് ഇരയായവരല്ല. അവരെയൊക്കെ കൃത്യമായി ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നത് ഒരു ഗൂഢാലോചനയാണ്. അത് കോൺഗ്രസ് പാർട്ടിയും CPM BJPയും ചേർന്ന് നടത്തിയ ഗൂഢാലോചന. മൂവർക്കും രാഹുലിന്റെ വളർച്ചയിൽ പ്രയാസമുണ്ടായിരുന്നു. ആ ഗൂഢാലോചന പൊളിക്കാനായിരിക്കും നീക്കം. ഇരകളെ അതിക്രമിക്കാനോ അധിക്ഷേപിക്കാനോ ആയിരിക്കില്ല. നേരെ മറിച്ച് ഈ ഇരകളെ രംഗത്തിറക്കിയ ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരാനാവും. വാസ്തവത്തിൽ ഇത് പിണറായിയുടെ മാത്രമല്ല, കോൺഗ്രസിലെയും പല നേതാക്കളുടെയും ഉറക്കം കെടുത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ നാണം കെടുത്താൻ
ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. അവരെല്ലാം കൂടി ചേർന്ന് ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഇവിടെയാണ് കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധിയിലാകുന്നത്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും രാഹുലിനെ വേട്ടയാടാൻ നീക്കം നടന്നു എന്നതിന് തെളിവ് പുറത്തു വന്നാൽ അത് കോൺഗ്രസ് പാർട്ടിയെ മോശമായി ബാധിക്കും. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തെ വെട്ടിമാറ്റി പാലക്കാട് പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തി ജയിക്കാനുള്ള കോൺഗ്രസിന്റെ മോഹം അസ്ഥാനത്താവും. കോൺഗ്രസ് പാർട്ടി രാഹുലിനെ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് ആരെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും അവർക്കെതിരെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്താൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും ജനപ്രീതിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, രാഹുലിനോട് കളിച്ചതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. രാഹുൽ അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കുന്നു. തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കെതിരെ, തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇരകളെ വേട്ടയാടരുത്, അവരെ അപമാനിക്കരുത് എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഗൂഢാലോചനക്കാരെ തുറന്നു കാട്ടാൻ ഒരു പ്രയാസവുമില്ല. രാഹുലിന്റെ ഇനിയുള്ള ദൗത്യം അതായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ രാഹുലിനെ വീഴ്ത്താൻ ശ്രമിച്ച ചിലർ തന്നെയാവും എന്ന് തീർച്ച.